കേരളത്തിലെത്തിയാൽ ബീഫ് കഴിക്കുമെന്ന് രംഗനാഥൻ. നടനെ കോളനിയെന്ന് ആക്ഷേപിച്ച് ഹിന്ദുത്വ ഗ്രൂപ്പ്. കോളനി എന്ന വാക്കിനെന്താ അത്ര കുഴപ്പം? കോളനി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയുടെ ആയിട്ടാണ് മെയിനായിട്ട് കളിക്കുന്നത്. ചിലരും വിചാരിച്ചിരിക്കുന്നത് വൃത്തികെട്ടുള്ള സ്ഥലം, വൃത്തികേടുള്ള രീതി. കോളനിയിൽ അങ്ങനെയല്ല, ആൾക്കാർ നല്ല സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഈ ബീഫ് കഴിക്കരുതെന്ന് പറയാം, അത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഇപ്പോൾ കേരളത്തിൽ പണ്ട് ബീഫ് വിരോധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാർ നടത്തിയ പ്രതിഷേധം അറിയാലോ. കോൺഗ്രസ്സുകാരൻ കണ്ടാന്ന് തോന്നുന്നു ലൈവായിട്ട്, അതായത് പോത്തിനെ അവർ വെട്ടി തുണ്ടമാക്കിയിട്ട് അവിടെ പാചകം ചെയ്ത് കഴിച്ചു. ബീഫ് കഴിക്കരുതെന്ന് പറയുന്നത് നിങ്ങളുടെ ആ മറ്റേ ഗുജറാത്ത് അതുപോലുള്ള സ്ഥലങ്ങളിൽ. കേരളത്തിൽ എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കേരളമാണ്. അവരിഷ്ടമുള്ള ഭക്ഷണം അവർ കഴിക്കും. ഇവിടെ വന്നിട്ട് ആൾക്കാർ ഇന്ന് കഴിക്കുകയും ചെയ്യും. ബീഫ് കഴിച്ചു എന്ന് വെച്ചാൽ എങ്ങനെ കോളനി ആവണേ? പിന്നെ നിങ്ങൾക്ക് ഒരു ഇതിലും വരാം. നിങ്ങൾക്ക് വാക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ ആ വാക്കുകൾ ഈ ലോകത്തെ എത്ര ചീത്ത വാക്കുകൾ ഉപയോഗിച്ചാലും, ഈ ഇപ്പോൾ മലയാളത്തിൽ നിലവിലുള്ള ചീത്ത വാക്കുകൾ ഉപയോഗിച്ചാലും അത് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ഇത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇതുപോലുള്ള ആൾക്കാരെ വിളിക്കാൻ പറ്റുള്ളൂ.